ഹലോ ഗായ്സ്, അപ്പോൾ സോളോ ട്രാവൽ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഭിവൻഡിയിലും തന്നെയാണ് കേട്ടോ. നമ്മൾ വണ്ടി എടുക്കാൻ പോവുകയാണ്. ഇവിടുന്ന് നമുക്കിനി ഇവിടുന്ന് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പെട്രോൾ പമ്പാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഡീസലൊക്കെ അടിച്ചിട്ട് വേണം ഇനി അടുത്ത നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട്. സോ ഇന്ന് രാവിലെ ഇപ്പോൾ സമയം 8:30 ആയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പോഴും, ഒരു രക്ഷയില്ല. നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ കുത്തി കയറാൻ തന്നിട്ട് ഒരു രക്ഷയില്ല. കാലൊക്കെ അമ്മാതിരി അവസ്ഥയാണ്. സോക്സ് ഇട്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഭയങ്കര ഇതാണ്. ഇനി ഇത് കഴിഞ്ഞാൽ ഇത് അടുത്ത മാസം കഴിയുമ്പോൾ ഇത് തന്നെ ആയിരിക്കും കേട്ടോ. കുറച്ചുകൂടിയും തണുപ്പ് കൂടും. ഇതിപ്പോൾ എന്താ പറയുക, നിസ്സാരമായിട്ടുള്ള സംഭവമുള്ളൂ, തണുപ്പുള്ളൂ. പക്ഷേ എന്നാലും ഒരു മാതിരി കുത്തി കയറുന്ന ടൈപ്പാണ് കേട്ടോ. വല്ലാത്തൊരു സംഭവമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ആ മല കാണുന്നുണ്ടല്ലോ, ആ മലയിലത്തെ ഐസ് ഇനി വീണ്ടും ഉരുകി ഇങ്ങനെ താഴേക്ക് ഇനി ഇറങ്ങുമെന്നാണ് പറയുന്നത്. കാരണം ഇനി കൂടുതൽ തണുപ്പ് വരാൻ പോകുന്നുള്ളൂ. ഓക്കെ, ഇത് ഇന്നലെ വന്നപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഇത് ഇന്നത്തേക്ക് കുറേ കൂടി കൂടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ജർമ്മനിക്കാണ്. അപ്പോൾ കൂടെയുള്ള നമ്മുടെ അജുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നു. അതിമനോഹരമായിട്ടൊരു മൺഡേ മോർണിംഗ്. ഇത്ര മനോഹരം നോക്കിയേ. It's really interesting and it's really amazing, beautiful. It's no words to say. Keep traveling always, all the time, and feel the beauty of nature, everything. Explore the world. അപ്പോൾ നമ്മൾ ഓസ്ട്രിയ ബോർഡർ കടന്നു കേട്ടോ. ഓസ്ട്രിയ ബോർഡർ കടന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഓസ്ട്രിയ ബോർഡർ കടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രാക്ക് നമ്മൾ ചേഞ്ച് ചെയ്തു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ മലയിലൊക്കെ കാണുന്നത് വീടുകളാണ്. ഇത്ര മനോഹരമായിട്ടാണ് വീട് കൊടുത്തിട്ട് അടിപൊളി കേട്ടോ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, നമ്മളിപ്പോൾ അതേ ഓസ്ട്രിയ ഫുള്ള് ബ്രിഡ്ജ് മുക്കോടാട്ടോ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കണേ. ഇതിൻ്റെ താഴെകളൊക്കെ നല്ല അടിപൊളി വീടുകളാട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ള് ക്യാമറ ആട്ടോ. നമ്മൾ വണ്ടി കൊണ്ട് പോകുമ്പോൾ അത്രയും സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. കാരണം ഓസ്ട്രിയ ബോർഡർ ഒക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡ് ഫുള്ള് ക്യാമറ കേട്ടോ. എവിടെ നോക്കിയാലും അവിടേക്ക് ക്യാമറയാണ്. ഇതൊക്കെ അടിപൊളി വീടുകളാട്ടോ. ഓക്കെ, ഇതിലെ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. സോ ഇൻട്രസ്റ്റിംഗ്. അതേവിടെ കോടമഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. നോക്കിയാൽ ഇനി അടുത്ത് ചെല്ലുന്തോറും ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി ആട്ടോ കണ്ടോണ്ടിരിക്കുന്നത്. ഇത്രയും മനോഹരമായിട്ടൊക്കെ ഞങ്ങൾ വാവും. മനോഹരം എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൽ നമുക്ക് ഒതുക്കാൻ പറ്റില്ല. അത്രയ്ക്കും മനോഹരമാണ് ഇത്. അപ്പോൾ നമ്മളിത് അടുത്ത ടണലിലൂടെ പോയിക്കൊണ്ടിരിക്കട്ടോ. ഇത് കഴിഞ്ഞ ഒരു ഒന്നൊന്നര സീനറി കേട്ടോ. നല്ല ഒന്നൊന്നര സീനറിയാണ് നമുക്ക്. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ വരുമ്പോൾ തന്നെ ശരിക്കും കണ്ടപ്പോഴേ തന്നെ ഞെട്ടിപ്പോയതാണ്. After 3 kilometers you will reach your waypoint. The waypoint will be on your right. ഇതൊക്കെ നമുക്ക് നമ്മുടെ പോകാനുള്ള ട്രക്കിൻ്റെ ഏരിയ ആട്ടോ. അത് ഇവിടെ കിലോമീറ്ററൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പുറത്തൊക്കെ. ആ കിലോമീറ്ററിനാണ് നമ്മൾ ഇതുകൂടെ പോകാനായിട്ട്. ഇല്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് നമുക്ക് അപ്പം കിട്ടും പെറ്റി.
നമ്മൾ ബോർഡ് കയ്യിൽ എഴുതി അങ്ങനത്തെ കാര്യങ്ങളോട്ടോ എഴുതി വെച്ചാണ്. അപ്പോൾ ഈ കാണുന്ന ബോർഡ് ട്രക്കിന് എത്ര ഇതിൽ പോകാന്നുള്ളോ കേട്ടോ. അടിപൊളി പാലല്ലേ. വാവ്, ഈ പാലാണ് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ നമുക്ക്. അടിപൊളിയല്ലേ. വാവ്, ഇതൊരു നല്ല അടിപൊളി ബ്രിഡ്ജാട്ടോ. എൻ്റെ അടിഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നല്ല ഇതുണ്ട് കേട്ടോ, താഴ്ചയുണ്ട്. അവിടെ ഏതോരത്തും ഹോൺ അടിച്ച് പോയി. ഇവിടെ ഹോൺ അടിക്കുക എന്നതിൻ്റെ അർത്ഥം ചീത്ത പറയുക എന്നുള്ളത്. ഹോൺ അടിച്ചോ, അത് ചീത്തയാണ് ഇവിടെ. കോടമഞ്ഞിറങ്ങണമൊക്കെ അവിടെ ആ അറ്റത്ത് കോടമഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കട്ടോ താഴേക്ക്. ഒരു കൂട്ടത്തിൽ ഞങ്ങളത് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ ഇറക്കത്താട്ടോ ഞങ്ങൾ പോകുന്നത്. ഇവിടെ എല്ലാത്തിനും സ്പീഡ് ലിമിറ്റ് ഉണ്ട്, ട്രക്കിനാണെങ്കിലും കാറിനാണെങ്കിലും. സോ ആ ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്പീഡ് 45 ആണ്. നമുക്ക് ഇവിടെ 70 കാണിക്കുന്നുണ്ട്, 50 കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 70 കാണിച്ച് നോക്കി, തൊട്ടപ്പുറത്ത് തന്നെ 50 ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അധികം ദൂരമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 2 മീറ്റേഴ്സിൻ്റെ അപ്പുറം. അങ്ങനെയാണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റേഷൻസ് വരുന്നത്. ആണ് അപ്പോൾ അവിടെ 60 കിലോമീറ്റർ ഉണ്ടോ, സ്പീഡ് 60. നമ്മൾ ഓസ്ട്രിയ വഴിക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. After 1 kilometer, keep left.